നമസ്കാരം. വോയിസ് ഓഫ് RBRലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവസാന ദിവസം എത്തി. ഇന്ത്യൻ സൈന്യത്തിലും ഇന്ത്യൻ റെയിൽവേയിലും ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർ ഇത് നഷ്ടപ്പെടുത്തരുത്. യോഗ്യത, പ്രായപരിധി, ശമ്പളം, അപേക്ഷിക്കുന്ന രീതി എന്നിവ ഈ വീഡിയോയിൽ വളരെ ചുരുക്കമായി വിശദീകരിക്കുന്നു. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണൂ. ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഏറ്റവും പുതിയ തൊഴിൽ വാർത്തകൾക്കായി വോയിസ് ഓഫ് RBR ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. 1. ഇന്ത്യൻ വ്യോമസേനയിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് MTS നിയമനം. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് സുവർണാവസരം. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷ വാർത്ത. ഇന്ത്യൻ വ്യോമസേന IAF ബാംഗ്ലൂരുവിലെ HQ മെയിൻ്റനൻസ് കമാൻഡ് വിമാനപുരിയിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് MTS തസ്തികയിലേക്ക് നിയമനത്തിനായി വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നു. 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. മികച്ച തൊഴിൽ സാഹചര്യവും ശമ്പളവും വാഗ്ദാനം ചെയ്യുന്ന ഈ അവസരം സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഒഴിവുകളും തസ്തികകളും ഇന്ത്യൻ വ്യോമസേനയുടെ ഈ വിജ്ഞാപന പ്രകാരം ആകെ 6 ഒഴിവുകളാണ് ഉള്ളത്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് MTS വിഭാഗത്തിലാണ് ഈ നിയമനങ്ങൾ നടക്കുന്നത്. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒഴിവിലേക്ക് തപാൽ മാർഗം അപേക്ഷ സമർപ്പിക്കാം. വിദ്യാഭ്യാസ യോഗ്യതയും പ്രായപരിധിയും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് ഉദ്യോഗാർത്ഥികൾക്ക് അംഗീകൃത ബോർഡിൽ നിന്നും 10ാം ക്ലാസ് വിജയിച്ചിരിക്കണം. വാച്ച്മാൻ, ലഷ്കർ, ജസ്നർ ഓപ്പറേറ്റർ, ഗാർഡനർ എന്നീ ജോലികളിൽ 1 വർഷത്തെ പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. അപേക്ഷകർക്ക് കുറഞ്ഞത് 18 വയസ്സും പരമാവധി 25 വയസ്സും ഉണ്ടായിരിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിയാണ് പ്രായം കണക്കാക്കുന്നതിനുള്ള മാനദണ്ഡമായി സ്വീകരിക്കുക. നിയമാനുസൃതമായ ഇളവുകൾ സംബന്ധിച്ച വിവരങ്ങൾ ഔദ്യോഗിക വിജ്ഞാപനത്തിൽ ലഭ്യമാണ്. അപേക്ഷിക്കേണ്ട വിധം: താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ പൂരിപ്പിച്ച് ആവശ്യമായ രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം തപാൽ മാർഗം അയക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ജൂലൈ 27 ആണ്. അപേക്ഷാ ഫോം പൂരിപ്പിക്കേണ്ട വിധം: അപേക്ഷാ ഫോം ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നൽകിയിരിക്കുന്ന നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോം മാത്രമേ ഉപയോഗിക്കാവൂ. അപേക്ഷ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ പൂരിപ്പിക്കാം. ടൈപ്പ് ചെയ്യുകയോ വ്യക്തമായ കൈപ്പടയിൽ എഴുതുകയോ ചെയ്യാം. സമീപകാലത്തെടുത്ത ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപേക്ഷാ ഫോമിൽ പതിപ്പിക്കുക. ഈ ഫോട്ടോയിൽ സ്വയം സാക്ഷ്യപ്പെടുത്തണം. ഫോട്ടോയുടെ മുകളിലായി നിങ്ങളുടെ ഒപ്പ് രേഖപ്പെടുത്തുക. ഇതിനായി മറ്റൊരു ഫോട്ടോ കൂടി അറ്റാച്ച് ചെയ്യണം, അക്നോളജ്മെന്റിന് വേണ്ടി. ഇതിലും സ്വയം സാക്ഷ്യപ്പെടുത്തൽ സെൽഫ് അറ്റേഷൻ നിർബന്ധമാണ്. അപേക്ഷയോടൊപ്പം സമർപ്പിക്കുന്ന എല്ലാ രേഖകളുടെയും പകർപ്പുകളിൽ സ്വയം സാക്ഷ്യപ്പെടുത്തൽ ഉണ്ടായിരിക്കണം. അപേക്ഷ അയക്കേണ്ട വിലാസം: കമാൻഡന്റ്, IAM, IAF, ബാംഗ്ലൂർ. അവസാന തീയതി: എംപ്ലോയ്മെന്റ് ന്യൂസ്, റോസ്ഗാർ സമാചാറിൽ പരസ്യം പ്രസിദ്ധീകരിക്കുന്ന തീയതി ജൂൺ 27, 2026 മുതൽ 30 ദിവസത്തിനുള്ളിൽ അപേക്ഷ അവിടെ ലഭിച്ചിരിക്കണം. അടുത്തത്: ഇന്ത്യൻ സൈന്യത്തിൽ സൗജന്യമായി നഴ്സിംഗ് പഠിക്കാം, ഓഫീസറായി ജോലി നേടാം, വനിതകൾക്ക് സുവർണാവസരം. ഇന്ത്യൻ സൈന്യത്തിൽ വനിതകൾക്ക് സൗജന്യമായി BSc നഴ്സിംഗ് പഠിക്കാനും തുടർന്ന് സൈനിക മെഡിക്കൽ വിഭാഗങ്ങളിൽ ജോലി നേടാനുമുള്ള സുവർണാവസരം ഒരുങ്ങുന്നു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മെഡിക്കൽ വിഭാഗങ്ങളിൽ ജോലി നേടാനുള്ള സുവർണാവസരമാണിത്. ജനറൽ ഓഫ് മെഡിക്കൽ സർവീസ് DGMS നടത്തുന്ന മിലിറ്ററി നഴ്സിംഗ് സർവീസ് MNS 2026 പ്രവേശനത്തിലുള്ള വിജ്ഞാപനം വന്നു. 4 വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സിലേക്കാണ് പ്രവേശനം. ആകെ 220 സീറ്റുകളാണ് ലഭ്യമായിട്ടുള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ: ഇന്ത്യൻ പൗരന്മാരായ അവിവാഹിതർ, വിവാഹമോചിതർ, നിയമപരമായി വേർപിരിഞ്ഞവർ അല്ലെങ്കിൽ വിധവകളായ സ്ത്രീകൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ അർഹത. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ പഠിച്ച് കുറഞ്ഞത് 50% മാർക്കോടെ +2 ജയിച്ചിരിക്കണം. ആദ്യ ശ്രമത്തിൽ തന്നെ +2 വിജയിച്ചവരായിരിക്കണം. +2 അവസാന വർഷ പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും UG പരീക്ഷ എഴുതി യോഗ്യത നേടിയിരിക്കണം. പ്രായപരിധി 2001 ഒക്ടോബർ 1-നും 2009 സെപ്റ്റംബർ 30-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2 തീയതികളും ഉൾപ്പെടെ. തിരഞ്ഞെടുപ്പ് പ്രക്രിയ: പ്രവേശന പരീക്ഷയും അഭിമുഖവും ഉൾപ്പെടെ 5 ഘട്ടങ്ങളായാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 1. നീറ്റ് സ്കോർ ഷോർട്ട് ലിസ്റ്റിംഗ്. ആദ്യം നീറ്റ് UG മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും.
2 കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ CBT. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടവർക്കായി ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ ഇംഗ്ലീഷ് വിഷയങ്ങളിൽ CBT പരീക്ഷ നടത്തും. 3 സൈക്കോളജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. 4 വ്യക്തിഗത അഭിമുഖം. 5 മെഡിക്കൽ പരിശോധന. പ്രധാന തീയതികൾ: അപേക്ഷാ നടപടികൾ ആരംഭിക്കുന്നത് 2026 ജൂലൈ 20. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ജൂലൈ 31. ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി 2026 ജൂലൈ 31. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കുന്നതാണ്. അടുത്തത് ഇന്ത്യൻ നേവിയിൽ അവസരം. ഏഴിമലയിൽ പരിശീലനം. ലെഫ്റ്റനന്റ് റാങ്കിൽ നിയമനം. 2027 ജൂണിൽ ആരംഭിക്കുന്ന ഷോർട്ട് സർവീസ് കമ്മീഷൻ SSC ഓഫീസർ കോഴ്സിലേക്കുള്ള വിജ്ഞാപനം ഇന്ത്യൻ നേവി പ്രസിദ്ധീകരിച്ചു. എക്സിക്യൂട്ടീവ്, ടെക്നിക്കൽ, എഡ്യൂക്കേഷൻ ഉൾപ്പെടെ വിവിധ ബ്രാഞ്ചുകളിലായി നിരവധി അവസരങ്ങളാണ് അവിവാഹിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായി ഒരുക്കിയിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കേരളത്തിലെ ഏഴിമലയിലുള്ള പ്രശസ്തമായ ഇന്ത്യൻ നേവൽ അക്കാദമിയിൽ INA പരിശീലനം ലഭിക്കും. പ്രധാനപ്പെട്ട തസ്തികകളും ഒഴിവുകളും. ഇത്തവണ 12 വ്യത്യസ്ത ബ്രാഞ്ചുകളായാണ് നിയമനം നടക്കുന്നത്. ഇതിൽ പൈലറ്റ്, എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ, എയർ ട്രാഫിക് കൺട്രോളർ തുടങ്ങിയ സുപ്രധാന മേഖലകൾ ഉൾപ്പെടുന്നു. ഒഴിവുകളുടെ ഏകദേശ രൂപം നോക്കാം. എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് 90 ഒഴിവുകൾ, പൈലറ്റ് 25 ഒഴിവുകൾ, ഇലക്ട്രിക്കൽ ബ്രാഞ്ച് 40 ഒഴിവുകൾ, എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് 24 ഒഴിവുകൾ, നേവൽ എയർ ഓപ്പറേഷൻസ് ഓഫീസർ 18 ഒഴിവുകൾ, നേവൽ കൺസ്ട്രക്ടർ 18 ഒഴിവുകൾ, നേവൽ ആർമെന്റ് ആൻഡ് ഇൻസ്പെക്ടറേറ്റ് കേഡർ 14 ഒഴിവുകൾ, എഡ്യൂക്കേഷൻ ബ്രാഞ്ച് 13 ഒഴിവുകൾ, എയർ ട്രാഫിക് കൺട്രോൾ 15 ഒഴിവുകൾ, ലോജിസ്റ്റിക്സ് 10 ഒഴിവുകൾ, സബ്മെറൈൻ ടെക്നിക്കൽ, എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ നിശ്ചിത എണ്ണം വ്യക്തമാക്കിയിട്ടില്ല. സബ്മെറൈൻ ടെക്നിക്കൽ ഇലക്ട്രിക്കലിന് 8 ഒഴിവുകൾ ഉണ്ട്. ഇതിൻ്റെയെല്ലാം നോട്ടിഫിക്കേഷൻ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇന്ത്യൻ റെയിൽവേയിൽ വമ്പൻ അവസരം. 6557 ടെക്നീഷ്യൻ തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാം. ഇന്ത്യൻ റെയിൽവേയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സുവർണാവസരം. രാജ്യത്തെ വിവിധ സോണൽ റെയിൽവേകളിലും പ്രൊഡക്ഷൻ യൂണിറ്റുകളിലുമായി ആകെ 6557 ടെക്നീഷ്യൻ തസ്തികകളിലേക്ക് റെയിൽവേ നിയമന വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നു. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ, ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്നിങ്ങനെ 2 വിഭാഗങ്ങളായിട്ടാണ് നിയമനം നടക്കുന്നത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത. വിവിധ തസ്തികകൾക്ക് വ്യത്യസ്തമായ യോഗ്യതകളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. 1 ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ, ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ വിഷയങ്ങളിൽ BSc ബിരുദം അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയത്തിലുള്ള 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബിരുദം BA&BTech. ടെക്നീഷ്യൻ ഗ്രേഡ് 3 10ാം ക്ലാസ് മെട്രിക്കുലേഷൻ വിജയിച്ചിരിക്കണം. ഇതിനു പുറമെ NCVT, SCVT, അംഗീകൃത ITI യോഗ്യത അല്ലെങ്കിൽ ബന്ധപ്പെട്ട ട്രേഡിൽ കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീസ്ഷിപ്പ് CCAA പൂർത്തിയാക്കിയിരിക്കുകയും വേണം. തിരഞ്ഞെടുപ്പ് പ്രക്രിയ 3 ഘട്ടങ്ങളിലാണ് ഉദ്യോഗാർത്ഥികളെ അന്തിമമായി തിരഞ്ഞെടുക്കുന്നത്. 1 കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ CBT. 90 മിനിറ്റ് ദൈർഘ്യമുള്ള പരീക്ഷയിൽ 100 ചോദ്യങ്ങൾ ഉണ്ടാകും. ശ്രദ്ധിക്കുക, തെറ്റായ ഉത്തരങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. 2 രേഖാപരിശോധന. CBTയിലെ മികവിനെ അടിസ്ഥാനമാക്കി ഉദ്യോഗാർത്ഥികളെ അടുത്ത ഘട്ടത്തിലേക്ക് ക്ഷണിക്കും. 3 മെഡിക്കൽ പരിശോധന. അവസാന ഘട്ടമായി ഉദ്യോഗാർത്ഥികളെ മെഡിക്കൽ ഫിറ്റ്നസ് പരിശോധിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട വിധം. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷാ നടപടികൾ കൃത്യമായി പൂർത്തിയാക്കാൻ റെയിൽവേ പുറത്തിറക്കിയ വിജ്ഞാപനം വിശദമായി വായിച്ചു മനസ്സിലാക്കുക. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 29 വൈകുന്നത് ഒഴിവാക്കാൻ നേരത്തെ തന്നെ അപേക്ഷ നടപടികൾ പൂർത്തിയാക്കുക. ഉദ്യോഗാർത്ഥികൾക്ക് റെയിൽവേയുടെ വിവിധ സോണൽ വെബ്സൈറ്റുകൾ സന്ദർശിച്ച് തസ്തികകളുടെ കൂടുതൽ വിവരങ്ങളും ഒഴിവുകളും വിശദമായ കണക്കുകളും ലഭ്യമാണ്. മികച്ച ശമ്പളവും സുരക്ഷിതമായ ഔദ്യോഗിക ജീവിതവും വാഗ്ദാനം ചെയ്യുന്ന ഈ അവസരം ടെക്നിക്കൽ യോഗ്യതയുള്ളവർ തീർച്ചയായും പ്രയോജനപ്പെടുത്തുക. നോട്ടിഫിക്കേഷൻ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. 5 റെയിൽവേയിൽ എഞ്ചിനീയർമാർക്ക് ജോലി. ഇൻ്റർവ്യൂ വഴി നിയമനം. കേരളത്തിലും അവസരം. റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രമുഖ പൊതുമേഖലാ സ്ഥാപനമായ റൈറ്റ്സ് ലിമിറ്റഡ് കേരളത്തിലെ വിവിധ പദ്ധതികളിലേക്ക് കരാറടിസ്ഥാനത്തിൽ സിവിൽ എഞ്ചിനീയർമാരെ നിയമിക്കുന്നു. മികച്ച കരിയർ വളർച്ചയും ആകർഷകമായ ശമ്പളവും ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. റെസിഡന്റ് എഞ്ചിനീയർ, ക്വാളിറ്റി എഞ്ചിനീയർ, ഫീൽഡ് എഞ്ചിനീയർ എന്നീ തസ്തികകളിലായി ആകെ 16 ഒഴിവുകളാണ് ഉള്ളത്.
തസ്തികകളും ഒഴിവുകളും വിവിധ തസ്തികകളിലേക്കുള്ള യോഗ്യതയും പ്രവൃത്തി പരിചയവും നോക്കാം. തസ്തിക റെസിഡന്റ് എഞ്ചിനീയർ, ഒഴിവുകൾ 3, പ്രവൃത്തി പരിചയം സിവിൽ എഞ്ചിനീയറിംഗ് കുറഞ്ഞത് 8 വർഷം, വാർഷിക CTC 6 ലക്ഷം. അടുത്തത് ക്വാളിറ്റി എഞ്ചിനീയർ, ഒഴിവുകൾ 2, പ്രവൃത്തി പരിചയം സിവിൽ എഞ്ചിനീയറിംഗ് കുറഞ്ഞത് 5 വർഷം. അടുത്തത് തസ്തിക ഫീൽഡ് എഞ്ചിനീയർ, ഒഴിവുകൾ 11, പ്രവൃത്തി പരിചയം സിവിൽ എഞ്ചിനീയറിംഗ് കുറഞ്ഞത് 2 വർഷം. അഭിമുഖവും നിയമന രീതിയും നേരിട്ടുള്ള അഭിമുഖത്തിലൂടെയാണ് നിയമനം നടക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് സൗകര്യപ്രദമായ കേന്ദ്രം തിരഞ്ഞെടുക്കാം. അഭിമുഖ കേന്ദ്രങ്ങൾ ഹരിയാന, തിരുവനന്തപുരം, കേരളം. തിരുവനന്തപുരത്ത് പൊന്നൻ റോഡ് ഹിൽട്ടൺ ഹോട്ടലിന് എതിർവശം സ്റ്റാച്യു. ശ്രദ്ധിക്കുക, അഭിമുഖത്തിനെത്തുന്നവർ രാവിലെ 9:30 മുതൽ 11:30 റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അഭിമുഖത്തിൻ്റെ കൃത്യമായ തീയതി സംബന്ധിച്ച വിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ പിന്നീട് അറിയിക്കുന്നതാണ്. അപേക്ഷിക്കേണ്ട വിധം: താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച ശേഷം യോഗ്യതകൾ ഉറപ്പുവരുത്തുക. തുടർന്ന് കൃത്യമായി പൂരിപ്പിച്ച അപേക്ഷാ ഫോമും അനുബന്ധ രേഖകളും സഹിതം അഭിമുഖ സമയത്ത് ഹാജരാകേണ്ടതാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 2026 ജൂലൈ 30. ഔദ്യോഗിക വിജ്ഞാപനം ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ ശ്രദ്ധിക്കാൻ: റോഡ്, പാലം, കെട്ടിട നിർമ്മാണ മേഖലകളിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. റൈറ്റ്സ് പോലുള്ള ഒരു മഹാപ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് ഒരു എഞ്ചിനീയറുടെ കരിയറിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും. തസ്തികകൾക്കും ശമ്പളത്തിനും അനുസരിച്ചുള്ള യോഗ്യത ഉള്ളവർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ പറഞ്ഞ എല്ലാ പോസ്റ്റിൻ്റെയും നോട്ടിഫിക്കേഷൻ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്.